ആരാ ഇപ്പോൾ കോൺഗ്രസിന് വിശദീകരിക്കാൻ പറ്റും? ആരാ ഇപ്പോഴത്തെ ഇതേ വൈസ് ചാൻസലർ വെച്ചിരിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ താൽക്കാലിക VC പറയട്ടെ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവിനെയാണ് തനിക്ക് കംഫർട്ടബിൾ എന്ന് തോന്നി ഗവർണർ താൽക്കാലിക VC ആയി വെച്ചിരിക്കുന്നത്. നമ്പർ 1. നമ്പർ 2, എവിടെയായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല? എവിടെയായിരുന്നു ലീഗ്? എവിടെയായിരുന്നു കോൺഗ്രസും KC വേണുഗോപാലും? ഞങ്ങളുടെ കുട്ടികൾ DYSFIക്കാർ അവിടെ തെരുവിൽ ഏറ്റുമുട്ടുമ്പോൾ പോട്ടെ, അങ്ങനെ ഞങ്ങൾ തെരുവിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളെ പിടിക്കാൻ, കായുവൽക്കരിക്കാൻ RSSന്റെ നിർദ്ദേശപ്രകാരം 2 ഗവർണർമാർ ശ്രമിക്കുമ്പോൾ നിങ്ങളെവിടെയായിരുന്നു? ഞങ്ങളെക്കൊണ്ട് പറയിപ്പിക്കണോ? കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളിൽ സെനറ്റിലേക്ക്, സിൻഡിക്കേറ്റിലേക്ക് ആളുകളുടെ പേരുകൾ പ്രപ്പോസ് ചെയ്യാൻ ഗവർണറുടെ ഓഫീസിൽ നിന്ന് കൊടുത്ത കുറിപ്പടിയിൽ എങ്ങനെയാണ് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കളുടെ പേരുകൾ ഉൾപ്പെട്ടത്? പറയാൻ പറ്റുമോ? പോട്ടെ, RSS പദ്ധതിയുമായി വന്ന് കായുവൽക്കരണത്തിന് നേതൃത്വം കൊടുത്ത ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിട്ടു പോകാൻ നേരത്ത് അയ്യോ അച്ഛാ പോവല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞതാരാ? ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അയ്യോ പോവരുത്. പോട്ടെ, ഈ കേരളത്തിൽ ഇതുവരെ 2 ഗവർണർമാരും, ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സർവകലാശാലകളിൽ ഭരണസ്തംഭനമുണ്ടാക്കുക, സർവകലാശാലകളിൽ അതിലൂടെ കേരള ഗവൺമെൻറ് വിഭാവനം ചെയ്തിരിക്കുന്ന വലിയ വികസന പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കുക, പ്ലസ് അതോടൊപ്പം തന്നെ കാവ്യവൽക്കരണം നടത്തുക, വർഗീയവൽക്കരണം നടത്തുക. ആ വർഗീയവൽക്കരണ അജണ്ടയുമായി ഗവർണർമാർ 2 പേർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ തെരുവിൽ കാണാതിരുന്നവർ, എവിടെയെങ്കിലും ഒരിടത്ത് കാണാതിരുന്നവർ, ഏതെങ്കിലും ഒരു നിയമവ്യവഹാരത്തിൽ ഗവർണർക്കെതിരെ, ചാൻസലർക്കെതിരെ കക്ഷി ചേരാതിരുന്നവർ ഇപ്പോൾ വന്നിട്ട് രാഷ്ട്രീയം പറയണം. അല്പം ലജ്ജ വേണം, നാണം വേണം കോൺഗ്രസിന്.